സുനിൽ CE ABC-യുടെ പ്രേക്ഷകർക്ക് ആവശ്യം ആണെന്ന് തോന്നുന്നില്ലെങ്കിൽ പോലും ഒരു പരിചയപ്പെടുത്തൽ. ആദ്യമായി ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ വരുന്നു. ഫാദറാണ്, ക്രിസ്തീയ സഭയിലെ ഒരു പാതിരിയാണ്, അതിലേറെ മലയാളത്തിന് പരിചയമുള്ള എഴുത്തുകാരനാണ്, സാഹിത്യ നിരൂപകൻ. സാഹിത്യ നിരൂപകൻ എന്ന് വിളിക്കുന്നതിലേറെ സുനിൽ സാറിന്റെ ലേഖനങ്ങൾ പലപ്പോഴും ഞങ്ങളുടെയൊക്കെ കരളിൽ തറച്ചിട്ടുള്ളത് സാമൂഹ്യ വിമർശകൻ എന്ന നിലയിലാണ്. അതുകൊണ്ട് സാഹിത്യ നിരൂപകൻ എന്നതിലേറെ പ്രത്യേകിച്ച് ഒരു വൈദികന്റെ തുറന്നു പറച്ചിലുകൾ, ഒരു നിരൂപകന്റെ കൊറോണ ദിനങ്ങൾ, അങ്ങനെ ശ്രദ്ധേയമായ രചനകളുമായി മലയാള മനസ്സിൽ ഏതാണ്ട് സുപരിചിതനായി കഴിഞ്ഞ, സ്വന്തമായി വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു എഴുത്തുകാരനും പുരോഹിതനും സർവോപരി സാമൂഹ്യ സേവകനും ആണ്. ഞങ്ങൾ അദ്ദേഹത്തെ വീണ്ടും സാമൂഹ്യ വിമർശകൻ, മലയാളത്തിന്റെ ശക്തനായ സാമൂഹ്യ വിമർശകൻ എന്ന് വിളിച്ചുകൊള്ളുന്നു. സുനിൽ സാർ, ഫാദർ സുനിൽ, ABC-യിലേക്ക് സ്വാഗതം. ഓക്കെ സാർ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്, സുനിൽ സാർ ഇന്ന് ABC-യുടെ പ്ലാറ്റ്ഫോമിൽ ആദ്യമായി സംസാരിക്കുന്നത് ഈ മലയാളത്തിലെ അക്കാഡമിക് രംഗത്തെ ഏറ്റവും ചൂടേറിയ ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി സിലബസുകൾ പണ്ടൊക്കെ വളരെ ഉന്നതങ്ങളായ ബോഡികളിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇരുന്ന് മഹാപണ്ഡിതന്മാർ ചർച്ച ചെയ്ത് വളരെ നീണ്ട ആലോചനകൾക്ക് ഒടുവിൽ സുവിദിതമായ തീരുമാനങ്ങൾ എടുത്ത് പുറത്തു വരുമ്പോഴാണ് വിദ്യാർത്ഥികളും അധ്യാപകരും നമ്മുടെ അക്കാഡമിക് ലോകവും അറിയുന്നത്. ഇന്നിപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോമുകൾ, ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എൻ്റെ ആദരണീയനായ സുഹൃത്ത് ഡോക്ടർ ഉമർ തറമയിൽ അത്തരം ഒരു ചർച്ചയെക്കുറിച്ച് വിശേഷിപ്പിച്ചത് ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ചന്തപ്പുരയിൽ യൂണിവേഴ്സിറ്റി സിലബസുകൾ വലിയ തോതിൽ വലിച്ചു കീറി വിചാരണയ്ക്ക് വിധേയമാകുന്നു എന്നാണ്. സാർ, ഇന്ന് തീർച്ചയായിട്ടും നമ്മളൊന്നും ആലോചിച്ചിട്ടില്ലാത്ത മട്ടിൽ അതിരൂക്ഷമായ സാമൂഹിക വിമർശനം സുനിൽ സാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സിലബസിനെ കുറിച്ച് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകളുടെ ശരി തെറ്റുകൾ, അതിന്റെ പരിണതികൾ, അതിന്റെ വിപത്തുകൾ, ഭവിഷ്യത്തുകൾ ഒക്കെ വിശകലനം ചെയ്തുകൊണ്ട് ഡോക്ടർ സുനിൽ CE, ഫാദർ സുനിൽ CE ഇന്ന് നമ്മളോട് സംസാരിക്കും. സുനിൽ സാർ, അങ്ങേക്ക് ആരംഭിക്കാം. ഈ അമിതമായി ജനാധിപത്യവൽക്കരിക്കപ്പെടുന്നതോ അതല്ലെങ്കിൽ ഈ ജനപ്രിയത നേടുന്ന സംഗതികൾക്കോ ആണ് മൂല്യമുള്ളത് എന്ന് നമ്മളങ്ങ് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഈ തെറ്റിദ്ധാരണ ഒടുവിൽ ഒരുപക്ഷെ ഈ എത്തി നിൽക്കുന്നത് നമ്മളിപ്പം ഞാൻ ജീവിക്കുന്ന, ഞാൻ വായിക്കുന്ന, ഞാൻ കാണുന്ന കാലത്തെ ഞാൻ വിശേഷിപ്പിക്കുന്നത് അയഞ്ഞ കാലം എന്നാണ്. അത്രേ അയഞ്ഞു വരേണ്ടത്. അങ്ങനെ അയഞ്ഞു വരേണ്ട ഒരു സംഗതിയാണോ കേരളത്തിന്റെ പുതിയ തലമുറ പഠിക്കേണ്ടുന്ന സിലബസ് എന്നത് വലിയ ചോദ്യമാണ്. കാരണം ടി പത്മനാഭ അല്ലെങ്കിൽ MD അല്ലെങ്കിൽ M മുകുന്ദ, നിങ്ങൾ ഇനി വീട്ടിലിരുന്നോളൂ, ഞങ്ങള് തീരുമാനിക്കും പുതിയ സിലബസ് എന്ത്, പുതിയ കൾച്ചർ എന്ത്, പുതിയ സംസ്കാരം എന്ത്, പുതിയ ഭാഷ എന്തെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അപ്പം ഈ 2010-12 ആണ്, ഏത് വർഷം എന്ന് ഓർക്കുന്നില്ല, ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ കടന്നുകൂടിയ 2 പദങ്ങളാണ് ബൈജു മിനി എന്ന് പറയുന്നത്. ബൈജു മിനി എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ഏറ്റവും പ്രായം ചെന്ന ഉറക്കമില്ലാത്ത അപ്പൂപ്പനെയും അമ്മൂമ്മയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന 2 കോഡ് ഭാഷകളായിട്ട് പുതിയ തലമുറ ഉപയോഗിച്ചു തുടങ്ങി. അപ്പം ഈ പുതിയ തലമുറ കൊണ്ടുവരുന്ന ഈ പാഠങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പ്രത്യയങ്ങൾ നമുക്ക് എടുക്കാം ഒരു കമ്മ്യൂണിക്കേറ്റ് അവർക്കിടയിൽ എന്നുള്ളത്. അപ്പം പക്ഷെ നമ്മൾ ഓർക്കേണ്ടതാണ്, ഈ വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ നമ്മൾ ഏറ്റവും പുതിയ ആളെ പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പുതിയ ആള്, ഏറ്റവും ജനപ്രിയത നേടിയ ആൾ എന്ന അർത്ഥത്തിലല്ല. ഇപ്പം ഒരു ഫിലോസഫി പഠിക്കുന്ന, വിദേശ യൂണിവേഴ്സിറ്റിയിൽ ഫിലോസഫി പഠിക്കുന്ന ഒരാൾ ഏറ്റവും ഒടുവിൽ പഠിക്കുന്ന ആള് ഉനാവ്നോയ്ക്ക് ശേഷം പഠിക്കുന്നത് സ്ലേവോ സിസേക്കിനെയാണ്. സ്ലേവോ സിസേക്ക് എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന ആളാണ്. പൊളിറ്റിക്സില്, സിനിമയില്, പരിസ്ഥിതിയില്, സാഹിത്യത്തില് എന്ന് വേണ്ട എല്ലാ മേഖലയിലും. ഇയാൾ ഈ അഭിപ്രായം പറയുമ്പോൾ ഈ അഭിപ്രായം കേൾക്കാൻ ലോകത്ത് എവിടെയുള്ള യൂണിവേഴ്സിറ്റികൾ കണ്ണും തുറന്നിരിപ്പുണ്ട്. അതുപോലെയാണോ ഒരു ന്യൂ മീഡിയയില് കിടന്ന് രാപ്പകല് ഈ പറയുന്ന ഒരു കാലത്തെക്കുറിച്ച് ഒരു ബോധ്യവുമില്ലാതെ, ചരിത്രത്തെക്കുറിച്ച് ഒരു ബോധ്യവുമില്ലാതെ പറയുന്ന കാര്യങ്ങളുടെ പിന്നാലെ പോകേണ്ടത് എന്നാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ ജനപ്രിയ നേടിയ അല്ലെങ്കിൽ വായനയെ തിരിച്ചു കൊണ്ടുവന്ന് മലയാളി അവകാശപ്പെടുന്ന ഒരു നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി, അഖിൽ P. ധർമ്മന്റെ
നോവല്. അതെ, അഖിൽ പി ധർമ്മിജന്റെ, റൈറ്റ്. ഞാൻ ഇപ്പോഴും സമ്മതിക്കുന്നു, ഇൻസ്റ്റാഗ്രാമിലൂടെ ആ പുസ്തകം ഇപ്പം എന്റെ തന്നെ എനിക്ക് തന്നെ പരിചയമുള്ളവര് ഈ പുസ്തകമൊക്കെ വായിച്ചവരും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവരും ഒക്കെ ഉണ്ട്. അതിലെ അതെ, 24-ാമത്തെ അധ്യായം അല്ല സർ, 4 വർഷം കൊണ്ട് 40 പതിപ്പുകൾ വിറ്റുപോയി എന്നാണ് അവരുടെ അവകാശവാദം. ഇപ്പൊ ഈ പതിപ്പുകള് നമുക്കറിയാലോ, പുതിയ ടെക്നോളജിയുടെ കാലത്ത് പതിപ്പ് എന്ന് പറഞ്ഞാൽ 5 കോപ്പി അടിച്ചിട്ട് 500 എന്ന് പറയുന്നതും, അല്ലെ 25 കോപ്പി അടിച്ചിട്ട് 2500 എന്ന് പറയുന്നതും അതൊരു ടെക്നോളജിയുടെ ഭാഗമാണ്. കച്ചവടം, തട്ടിപ്പാണ്. തട്ടിപ്പാണ്. പതിപ്പിൽ എനിക്ക് വിശ്വാസമില്ല. പക്ഷേ രാം കെയറോഫ് ആനന്ദി എന്ന് പറയുന്ന നോവലിൽ 24-ാം അധ്യായത്തിന് എന്താണ് സവിശേഷത? അതാണ് ചോദ്യം. 23 അധ്യായങ്ങൾക്ക് ഒരു സവിശേഷതയും ഇല്ലാത്തതുപോലെ തന്നെയാണ് 24-ാമത്തെ അധ്യായത്തിന് സവിശേഷതയില്ലാത്ത. അപ്പൊ ഈ 24-ാമത്തെ അധ്യായമാണ് പഠിക്കാൻ എടുത്തിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി വേറൊരു പ്രശ്നമുണ്ട് ഈ സിലബസിൽ. ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് കണ്ടാൽ തോന്നും കേരളത്തില് 50% മനുഷ്യർ ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്ന്. ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു ന്യൂനപക്ഷമാണ്. അതിൽ ഓർക്കേണ്ടതാണ്, ഒരേ ആളുടെ സിലബസ് രണ്ടിടത്ത്. കവിത എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്, പിറവി എന്ന് പറയും, വിജയരാജമല്ലിയുടെ പിറവി എന്ന് പറയുന്ന കവിത പഠിക്കാനുണ്ട്. ഇതേ വിജയരാജമല്ലിയുടെ വിജയരാജമല്ലിക കേരള യൂണിവേഴ്സിറ്റി സിലബസിലും കണ്ടു ഞാൻ. എല്ലായിടങ്ങളിലും ഉണ്ട്. അപ്പം ഇതെന്ന് വെച്ചാല് ഈ എന്താ പറയാ, ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന സംഗതി ഒരു ഇരട്ടത്താപ്പ് നയമാണ് കേരളത്തില്. ഇതേ ഇരട്ടത്താപ്പ് സിലബസിലേക്കും എത്തുന്നു എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തിന്റെ എന്താ പറയാ വിള്ളലാണ്. ചരിത്രത്തിന് മേലെ ഉണ്ടാകുന്ന ഒരു വലിയ വിള്ളലാണ്. അപ്പൊ ഈ വിള്ളലിനെ നമ്മൾ എങ്ങനെ കണക്കിലെടുക്കും, എങ്ങനെ വിശ്വസിക്കും, എങ്ങനെ അംഗീകരിക്കും എന്നുള്ളതാണ്. ലോകത്തൊരിടത്തും നടക്കാത്തതാണ്. ലോകത്തൊരിടത്തും നടക്കാത്ത ഒരു സംഗതിയാണ്. അതായത് ഈ നമ്മൾ ഇപ്പൊ ഞാൻ വേറൊരു പേരിങ്ങനെ കണ്ടിരുന്നു, പ്രിയ സുനിൽ എന്ന് പറഞ്ഞിട്ട് ഒരു കഥയാണ് ആ പെൺകുട്ടി എഴുതിയിട്ടുള്ളത്. ഇടയൻ എന്നോ ഇടയ എന്നോ മറ്റോ പറഞ്ഞിട്ട് ഒരൊറ്റ കഥ എഴുതിയ ഒരു പെൺകുട്ടി സിലബസിന്റെ ഭാഗമാകുന്നു എന്ന് പറഞ്ഞാൽ ഈ ന്യൂ മീഡിയ എന്ന് പറയുന്ന ഈ ഉമർ തർമയിൽ ഉപയോഗിച്ച അതേ ഭാഷ ഉപയോഗിക്കുക. ഈ ചന്തയില് കൊണ്ട് നിങ്ങൾ തൂക്കിയെടുത്തോ എന്ന് പറയുന്ന ഒരു സംഗതി മാത്രമാകുന്ന ഈ ആരാണ് ഈ സിലബസിലെ ഈ പേരുകാര്? പ്രിയ സുനിൽ ആരാണ് ഇവര്? ഇവരെന്തുമാണ് മലയാളത്തിന് സംഭാവന ചെയ്തിരിക്കുന്നത്, സംസ്കാര സംഭാവന? അപ്പം ഒന്നുമല്ലാത്ത ഒരാളെ എന്തൊക്കെയോ ആക്കിയെടുക്കുന്ന ഒരു പ്രവണതയായിട്ട് ഒരുപക്ഷെ ഇത് മാറുന്നു. അപ്പൊ സിലബസ് എന്ന് പറഞ്ഞ സംഗതിക്ക് വലിയ വാല്യൂ ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം ഇനിയിപ്പോ നിങ്ങൾ ഇപ്പൊ നമുക്ക് ഓർക്കേണ്ടതാണ്, കേരളത്തിലെ വിജയ ശതമാനം നോക്കുമ്പോൾ തന്നെ അറിയാം, 4 അക്ഷരം കൂട്ടി വായിക്കാൻ അറിഞ്ഞൂടാത്ത എല്ലാവരും 10ാം ക്ലാസ് ജയിക്കുന്നു. പിന്നെ ഇംഗ്ലീഷും മലയാളവും ഏതെങ്കിലും ഒരു ഭാഷയിൽ പ്രാവീണ്യം നേടാത്തവരെല്ലാം +2 ജയിക്കുന്നു. അങ്ങനെ ഈ സിസ്റ്റം തന്നെ ഒരുപക്ഷെ അധപ്പതിച്ച സിസ്റ്റമാണ്, എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ. അപ്പൊ ആ സിസ്റ്റത്തിന്റെ ഭാഗമാകാൻ ഇന്നാ ഈ വിത്തോടിരിക്കട്ടെ എന്ന് പറയുന്നത് പോലെയാണ് ഒരുപക്ഷെ ആരും കേട്ട് നമ്മൾ ഈ സിലബസിന്റെ ഫുൾ ടെസ്റ്റ് എടുത്ത് വെച്ചിട്ട് നോക്കിയാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ തമാശ വീണ്ടും ഓർമ്മ വരികയാണ്. അതായത് ഈ പിന്നെ കേരളത്തിലെ 50% വരുന്നവർ പ്യുവർ പൊളിറ്റിക്സിന്റെ ആൾക്കാരാണ്, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആണ്, എല്ലാവരും അവയവങ്ങൾ വെച്ച് മാറിയവരാണ് എന്നുള്ള ബോധ്യം വരുത്തുന്നതിൽ പ്രമോദരാമന്റെ ചേതാംശ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഥ പഠിക്കാനുണ്ട്. വിജയരാജമല്ലികയുടെ പിറവി എന്ന് പറയുന്ന കവിത പഠിക്കാനുണ്ട്. അതല്ലെങ്കിൽ ഈ പിന്നെ ജിയോ ബേബിയുടെ കാതൽ എന്ന് പറയുന്ന സിനിമ പഠിക്കാനുണ്ട്. ഞാൻ ഇതിനൊന്നും കുറ്റം പറയുന്നതല്ല, അല്ലെങ്കിൽ ഇതിനെ നിശിതമായി വിമർശിക്കുന്നതല്ല. ഇത് മാത്രമാണോ കേരളത്തിന്റെ പുതിയ സംസ്കാരം? അല്ല, ചോദ്യം ഇതാണ്, ഈ കവിതയുടെ ഗുണനിലവാരം അനുസരിച്ചുള്ള പ്രാതിനിധ്യമാണോ, അല്ലെങ്കിൽ കഥയുടെ സാഹിത്യ മൂല്യമാണോ, അതല്ല കഥ എഴുതുന്ന ജനവിഭാഗത്തിന്റെ പ്രാതിനിധ്യമാണോ സിലബസിൽ വരേണ്ടത് എന്നല്ലേ സാർ ഉയർത്തുന്ന ചോദ്യം? അതെ. ഇപ്പൊ കവിതയാണെങ്കിൽ പോലും പ്രശ്നമാണ്. ഇപ്പൊ കവിതയിൽ പോലും കമ്പാർട്ട്മെന്റ് ഒറ്റ മീഡിയമാണ്. ഇപ്പം ജുവാൻ ബെലി ഹെരേര എന്ന് പറയുന്ന അമേരിക്കൻ പോയറ്റ് ലോററ്റ്, അയാൾ പോയറ്റ് ലോററ്റ് ആകുന്നത് ഒരുപക്ഷെ ഈ കമ്പാർട്ട്മെന്റലിസം ഉണ്ടാക്കിയിട്ടല്ലോ സാഹിത്യത്തില്. അയാൾ കമ്പാർട്ട്മെന്റലിസം ഉണ്ടാക്കിയിട്ടല്ല. നോട്ട്സ് ഓൺ ദി അസംബ്ലേജ് എന്ന് പറയുന്ന കൃതി ഉണ്ടായതും അയാൾ പിന്നെ ഈ പറയുന്ന പോയിന്റ് ലോററ്റ് ആകുന്നതും കമ്പാർട്ട്മെന്റലിസം ഉണ്ടാക്കിയിട്ടല്ല, അയാൾ ഒരു കവി ആയതുകൊണ്ടാണ്. നിക്കനർ പാറ സംഖ്യ കൊണ്ട് കവിത എഴുതിയപ്പോൾ കവി ആയതുകൊണ്ടാണ്.
അതെ, പക്ഷേ സുനിൽ സാറിന്റെ ഫാദറിന്റെ നിരീക്ഷണങ്ങളെ നേരത്തെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ കമ്പാർട്ട്മെന്റലൈസേഷൻ, ഇപ്പൊ ഉദാഹരണത്തിന് അതെ ഈ പെണ്ണെഴുത്ത്, ദളിത് സാഹിത്യം, അതെ ഈ ആ അത്തരത്തിലുള്ള സാഹിത്യത്തിലെ ക്ലാസിഫിക്കേഷനെ നിശിതമായി വിമർശിക്കുന്ന ഒരു രീതിശാസ്ത്രം മലയാള നിരൂപണത്തിൽ സാറ് നേരത്തെയും സൂക്ഷിക്കുന്നുണ്ട്. അത് കുറെ കൂടി സൂക്ഷ്മമായി നമ്മുടെ സിലബസുകളെയും ആ ക്ലാസിഫിക്കേഷൻ ബാധിക്കുന്നു എന്നാണോ? അതെ, ഗോത്ര കവിത എന്ന് പറഞ്ഞിട്ട് ഒരു യെസ്. സംവിധാനം കൊണ്ടുവരേണ്ടതുണ്ടോ? അതിനെ വേറെന്തെല്ലാം രീതിയിൽ അഡ്രസ് ചെയ്യാം? ഒരു മനുഷ്യൻ ഒരു പ്രാദേശിക ഇടത്തിരുന്ന് അനുഭവിക്കുന്ന സംഗതിയെ എന്തിനാണ് ഗോത്രം? ഇത് ഗോത്ര കവിത, ഇത് കാട് കവിത, ഇത് കാട് കയറി വന്ന കവിത, ഇത് കടലിൽ നിന്ന് മുക്കിയെടുത്ത കവിത എന്നൊക്കെ കടൽ പറഞ്ഞിട്ട് കവിത. ഇങ്ങനെ കടൽ കവിത. ഇപ്പം യെസ്. കടലിന് അതിൻ്റെതായ ഒരു ഭാഷയില്ല. ഓരോ കടൽ തീരത്തും ഓരോ ഭാഷയാണ്. അപ്പൊ ഇത് ആരെയാണ് ഓ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഈവൻ സച്ചിദാനന്ദൻ മാഷ്, അതല്ലെങ്കിൽ പി രാമൻ എന്ന് പറയുന്ന കവി, ആ അതല്ലെങ്കിൽ അൻവർ എന്ന് പറയുന്ന കവി, ഇവരെയൊക്കെ അൻവർ തെറ്റിദ്ധരിപ്പിക്കാം. അലി. ഈ ഡി അനിൽകുമാർ എന്ന് പറയുന്ന കടലിന്റെ പ്രേതം, ശരിക്കും പറഞ്ഞാൽ ഈ ഈ ആൾക്കാരെ ഒറ്റുകൊടുക്കുകയാണ്. തീരദേശത്തെ ജീവിക്കുന്ന മനുഷ്യരെ ഒറ്റുകൊടുക്കുകയാണ് ഇയാൾ ചെയ്യുന്നത്. ഇയാൾ ഒരിക്കലും കടലിന്റെ യെസ്. ഒരു തിരയും പോലും തൊട്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. തീരത്ത് പോയി നിന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ഇയാൾക്ക് വല എന്താണെന്ന് അറിഞ്ഞൂടാ, വള്ളം എന്താണെന്ന് അറിഞ്ഞൂടാ. ഇയാള് ഏതോ ഒരു റിസർച്ച് ഇയാൾക്ക് മുമ്പ് ഉണ്ടാക്കിയ നിഘണ്ടുവിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ അടർത്തിയെടുത്തിട്ട് മുൻകൈ കടപ്പുറ പാസ എന്നൊക്കെ പറഞ്ഞിട്ട് പുസ്തകം ഇറക്കിയിട്ട് ആൾക്കാരെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കടലിന് സാർ ഒരു ഇതിന്റെ ഈ സ്ഥലത്തും അല്ല, എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഇന്റർനെറ്റിലെ കടൽ തീരമാണോ ഈ അനില് വിരാജിക്കുന്ന കടൽ തീരം? ആയിരിക്കണം. അയാൾക്ക് ഇപ്പം ഗൂഗിള് സെർച്ച് നടത്തി യാത്രാ വിവരണം എഴുതുന്നവരും ഗൂഗിള് സെർച്ച് നടത്തി നോവൽ എഴുതുന്നവരുടെയും കാലമാണ്. അപ്പം എന്ന് പറയുന്ന പോലെ അതെ. ഗൂഗിൾ ഇപ്പം ഓൾഡ് മാൻ ആൻഡ് സീ വായിച്ച ഒരാള് ഒരിക്കലും ഈ കടൽ തീരത്ത് ജീവിക്കുന്ന മനുഷ്യരെ വഞ്ചിക്കാൻ പോവില്ല. ഇയാൾ ശരിക്കും പറഞ്ഞാൽ ഇല്ല. കടൽ തീരത്തിന്റെ ഭാഷ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നത് വഞ്ചനയാണ്. ശരിക്കും അങ്ങനെ ഒരു ഭാഷയൊന്നുമില്ല. നിങ്ങൾ അഞ്ചുതെങ്ങ് മുതൽ അല്ലെങ്കിൽ വർക്കല വരെ, അല്ല അഞ്ചുതെങ്ങ് മുതൽ പൊഴിയൂര് വരെ സഞ്ചരിക്കുമ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ഭാഷ, ഓരോ തരം പദങ്ങളാണ് ഉപയോഗിക്കപ്പെടുന്നത്. അത് അറ്റ് അതെ ഈസി, അതെ അല്ല എളുപ്പത്തിൽ തീർച്ചയായിട്ടും സാർ. സംവദിക്കാവുന്ന ഇപ്പോ സംഗതി എന്ന രീതിയിലാണ്. അതെ അതെ, ഞാൻ ചാവക്കാട്ട് നിന്ന് കണ്ണൂർ വരെ തീരദേശത്തൂടെ യാത്ര ചെയ്യുമ്പോൾ സാറ് പറഞ്ഞതുപോലെ ഓരോ കടൽ തീര ഗ്രാമങ്ങളിലും ഓരോരോ ഭാഷയാണ്. അതെ അതെ. അപ്പം ഈ പറഞ്ഞോളൂ. പറയുന്ന അപ്പൊ ഈ കടലിൽ കയറി വന്ന് അപ്പം ഇനി ഇപ്പുറത്ത് ഇനി ഈ ദളിത് കവി എന്ന് അവകാശപ്പെടുന്നവർക്കിടയിൽ പോലും രണ്ട് ഗ്രൂപ്പ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ പിന്നെന്താ പറയുന്ന സുകുമാരൻ ചലിയത്ത, അശോകൻ മറയൂർ, ആ ഇവർക്കിടയിൽ അടി നടക്കുകയാണ് കാടിന്റെ പേരില്. കാടിന്റെ പേരില് അതെ അതെ അക്ഷരം വെച്ചിട്ട് അടി ഉണ്ടാക്കുന്ന ഏക ഭാഷ ഒരുപക്ഷെ മലയാളമായിരിക്കും. അപ്പൊ കാടിന്റെ അതെ പേരിൽ അടി നടക്കാം, കാട്ടുകവികൾ തമ്മിൽ അടി. അടി. പക്ഷെ അതിനേക്കാളും അതെ ഭംഗിയായിട്ട് ഈ കാടിന്റെ ഭാഷ ഉപയോഗിക്കുന്ന രണ്ട് പെൺകവികൾ വേറെ ഉണ്ട്. ലിജിന കടുമേനി എന്ന് പറയുന്ന ധന്യ വേങ്ങച്ചേരി. ശരിക്കും ഇവരൊക്കെയാണ് ആ ഭാഷ അതിന്റെ അക്ഷരാർത്ഥത്തിൽ വിനിയോഗിക്കുന്നത്. ഇവർ പക്ഷേ ഓ സിലബസിന് ചവിട്ടി പുറത്താക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ ആരോ എവിടെന്നോ ഒരാള് പ്രകാശ് ചന്ദ്രലോ എന്ന് പറയുന്ന വേറൊരു കാട്ടിൽ നിന്ന് ഒരാളെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട് പ്രധാന കവിയായിട്ട്. അപ്പം ഈ ഓട്ടോമാറ്റിക്കലി ഇനി 3 കാട് കവികൾ തമ്മിലായിരിക്കും അടി നടക്കാൻ പോകുന്നത്. സുകുമാരൻ ചെലിയേറ്റ, അശോകൻ യെസ്. മറയൂര്, പ്രകാശ് ചന്ദ്രൻ, ഇവരാര് സിലബസിൽ വരുമെന്നുള്ളത് ചോദിച്ചിട്ടാണ്. ഇവരാര് സിലബസിൽ വന്നാലും തീർച്ചയായിട്ടും കാടിന് ഗുണം ചെയ്യത്തില്ല. കാരണം എന്താണ്? കാടിന് അടുത്തറിയുന്ന, കാട്ടിൽ തന്നെ ജീവിക്കുന്ന, അല്ലെ കാടിന്റെ ഭാഷയെ കൃത്യമായി പോയിന്റ് ചെയ്യുന്നത് ഇവര് 3 പേരും അല്ല. ഇവരെക്കാൾ ഉപരി ലിജിന കടുമേനി എന്ന് പറയുന്ന ഒരു പെൺകവി, ധന്യ വേങ്ങച്ചേരി എന്ന് പറയുന്ന മറ്റൊരു ദളിത് കവിയാണ്. ഇനി അതെ ഇവർക്ക് മൂപ്പന്മാരുണ്ട്. ഈ മൂപ്പന്മാരാണ് ഏറ്റവും വലിയ പ്രശ്നക്കാര്. ഈ പറയപ്പെടുന്ന ദളിത് കവിതയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മൂപ്പന്മാരാ. എസ് ജോസഫ് എന്ന് പറഞ്ഞ ഒരു മൂപ്പൻ, രേണുകുമാർ എന്ന് പറഞ്ഞ കവി വേറൊരു മൂപ്പൻ, ആ കവി ആ, മൂപ്പൻ. കവി മൂപ്പൻ. പക്ഷെ ഇതിനകത്ത് മൂപ്പുണ്ടെങ്കിലും ഈ മീഡിയത്തോട് വിശ്വസ്തത പുലർത്തുന്ന ഡോക്ടർ എം പി മനോജ് എന്ന് പറയുന്ന അധ്യാപകനും കവിയും ലേഖകനും നിരൂപകനും ഒക്കെ ആളാണ്. ബാക്കിയെല്ലാം ആ കബളിപ്പിക്കലാണ്. ബാക്കിയെല്ലാം ഈ വെള്ളം ചേർക്കുന്നു, മായം കലർത്തുന്നു എന്ന് പറയുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അല്ല ഇത് ഫാദർ ഒരു ഫാദർ ദൂരത്തിൽ ഞാനൊരു ഒരു 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 വായനക്കാരൻ എന്ന നിലയിൽ ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഓരോ കവിയും അവനവന്റെ ശക്തിയും പരിമിതിയും വെച്ച്, അറിവും അജ്ഞതയും വെച്ച് കവികൾ അവരവർക്ക് തോന്നുന്ന മട്ടിൽ ഞാൻ കാട്ടുകവിയാണ്, ഞാൻ തീരദേശത്തിന്, ഞാൻ കടൽ കവിയാണ്, ഞാൻ ദളിത് കവിയാണ്, ഞാൻ പെൺകവിയാണ്, ഞാൻ ഞാൻ ഈ എന്താ പറയാ
ഈ ട്രാൻസ്ജെൻഡർ കവിയാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരും. അതൊക്കെ ശരിയാണ്. ഈ പക്ഷെ അത് ഈ ആധികാരികമായ ഒരു സിലബസിലേക്ക്, അതൊരു യൂണിവേഴ്സിറ്റിയുടെ സാഹിത്യ സിലബസിലേക്ക് ഈ കവികളെയൊക്കെ കൊണ്ടുവരുമ്പോൾ സാഹിത്യബാഹ്യമായ മൂല്യങ്ങൾ എന്തുകൊണ്ടാണ് പരിഗണിക്കപ്പെടുന്നത്? അതാണല്ലോ നമ്മുടെ ഗണ്യമായ വിഷയം. ആ വിഷയത്തിലേക്കാണല്ലോ നമ്മൾ അതെ. വരേണ്ടത്. സാഹിത്യ സാറ് എങ്ങനെയാണ് അത് ബാഹ്യമായ സംഭവിക്കുന്നത്? ആ ആ, പറയൂ. എനിക്ക് തോന്നുന്നത് പൊളിറ്റിക്കൽ ഇടപെടലായിരിക്കും പ്രധാനമായിട്ടും. രാഷ്ട്രീയ ഇടപെടൽ എന്ന് ഉം, പറയുന്ന ഒരു സംഗതി തീർച്ചയായിട്ടും ഇതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഈ രാഷ്ട്രീയ ഉം, കടന്നുകയറ്റം സിലബസിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പം കേരളത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ നാളെ ഇന്ത്യയുടെ യെസ്, അവസ്ഥ എന്തായിരിക്കും എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. അപ്പം ഞാനിവിടെ ദേശീയ ഭരണകൂടം അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ദേശീയ ശരീരവും അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാൽ നിലനിൽക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ പുറത്താകും, ഭരണഘടന പുറത്താകും. ഒന്ന്, ഓ, നിലനിൽക്കുന്ന ഉം, നാഷണൽ ആന്തം പുറത്താകും, നിലനിൽക്കുന്ന ഭരണഘടന ഉണ്ടാക്കിയ അംബേദ്കർ പുറത്താകും, ഗാന്ധിയൻ ഫിലോസഫി പുറത്താകും. അങ്ങനെ പലതും ദേശീയമായി പുറത്താകും. എന്ന് പറയുന്ന പോലെ ഒരു ഓ, പ്രാദേശിക ഭരണകൂടത്തിന്റെ അമിതമായ ഇടപെടൽ കൊണ്ടാണ് ഒരുപക്ഷെ ഇത്തരം സംഗതികൾ സിലബസിലേക്ക് ഇഴഞ്ഞെത്തുന്നത്. ഈ രാഷ്ട്രീയ കടന്നുകയറ്റം തന്നെയാണ്. ഇപ്പം ആരാണ് ഒരുപക്ഷെ ഇതിനകത്ത് പഠിക്കാൻ മാറുന്ന മലയാളം, മാറുന്ന കവിത എന്നോ മറ്റോ പറഞ്ഞിട്ട് ഒരു എഡിറ്റഡ് വർക്ക് പഠിക്കാനായിട്ടുണ്ട്. എഡിറ്റഡ് വർക്ക് പഠിക്കാനുണ്ട്. ഇതിന്റെ ദയനീയ അവസ്ഥ ഓർക്കണം. ഓ, ഈ പറയപ്പെടുന്ന ആ പേര് പറഞ്ഞ് ഞാൻ പ്രയോഗനാകുന്നു. ഇത് കേൾക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകും ഇത് ആരാണെന്ന്. അയാൾ ബേസിക്കലി ഒരു ഉം, ചിത്രകാരനാണ്. ചിത്രകാരൻ എന്ന രീതിയിൽ ഞാൻ ഉം, അംഗീകരിക്കുന്നു. അയാളുടെ ഓൺ പ്രോഡക്റ്റ് ഒരുപക്ഷെ പഠിക്കാനായിട്ട് എടുക്കാനില്ലാത്തത് കൊണ്ട് രണ്ടുപേർ ചേർന്ന് കമ്പൈൽ ചെയ്ത് മാറുന്ന കാലം, മാറുന്ന കവിത എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എഡിറ്റഡ് വർക്ക് എടുത്തിരിക്കുകയാണ് പഠിക്കാൻ. എന്ന് വെച്ചാൽ ഉം. ഇവിടെ അത്രയും ദാരിദ്ര്യമാണോ മലയാളത്തിൽ ലേഖനങ്ങൾക്ക്? അത്രയും ദാരിദ്ര്യമാണോ കവിതകൾക്കും കഥകൾക്കും? അത്രയും ദാരിദ്ര്യമാണോ ഉപന്യാസത്തിന്? അത്രയും ദാരിദ്ര്യമാണോ ഭാഷാ ഗവേഷണ പ്രബന്ധങ്ങൾക്ക്? PM ഗിരീഷ് എന്ന് പറഞ്ഞ അസാമാന്യമായിട്ട്, അയാൾ ചെന്നൈയിലാണ്, ഈ ഭാഷയെക്കുറിച്ച് എനിക്ക് ലിംഗ്വിസ്റ്റിക് തത്വശാസ്ത്രവും സൗന്ദര്യ സംഗീതം അവതരിപ്പിക്കുന്ന PM ഗിരീഷിനെ നമ്മൾ പലപ്പോഴും അതെ, അതെ. പുറത്താക്കിയിരിക്കുകയാണ്. അല്ല, PM ഗിരീഷ് പുറത്താണോ സർ? ചെന്നൈയിലാണോ? ചെന്നൈയിലാണ്. അപ്പം അതുപോലുള്ള ഓ, ഒരു ഭാഷാ വ്യവഹാര ശാസ്ത്രം പഠിപ്പിക്കുന്നവരും കൈമാറുന്നവരാണ്. അപ്പൊ അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് വേറെ ആരും കേട്ടിട്ടില്ലാത്ത, ഇപ്പൊ കേൾക്കണമെന്നൊന്നുമില്ല, ഈ കണ്ടന്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കണ്ടന്റിന്റെ ഉള്ളിൽ ഈ പറയുന്ന ഒന്നും ഈ എന്താ പറയുന്ന പുതിയ കാലത്തിലെ തലമുറയെ ത്രസിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അവര് ഈ പറയുന്ന മീഡിയങ്ങളിലേക്ക് ചേക്കേറാൻ ഉപകരിക്കുന്ന ഒന്നും ഇതിനകത്തില്ല. വെറുതെ അതെ. ഇൻസ്റ്റാഗ്രാം സാറ് പ്രൊമോട്ട് ചെയ്യുന്ന പറഞ്ഞു വരുമ്പോ നമ്മുടെ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ഭരണകൂടം യൂണിവേഴ്സിറ്റി സിലബസുകളിലേക്ക് രാഷ്ട്രീയം കടത്തിക്കൂട്ടി അതുവഴി സംഭവിക്കുന്നത് സാഹിത്യത്തെ നശിപ്പിക്കുക മാത്രമല്ല, ഈ ക്ലാസിഫിക്കേഷൻ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരിക വഴി ഒരു ദേശദ്രോഹ പ്രവർത്തനം കൂടിയാണ് നമ്മുടെ ഭരണകൂടം അനുഷ്ഠിക്കുന്നത് എന്നാണോ? ഈ ദേശദ്രോഹം എന്നല്ല, ഇതൊരു ഇന്റരും പീരീഡിൽ സംഭവിക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. പക്ഷെ ഈ അഡ്ജസ്റ്റ്മെന്റ് ഒരു തലമുറയെ ബാധിക്കുന്നതാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു സെൻസ്. ഒരു തലമുറയെ ബാധിക്കുന്നത് അതായത് 2010 മുതൽ 2035 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന ഭാഷയും ഭാഷയുടെ അനുബന്ധ ക്രിയകളായ സാഹിത്യത്തെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും ചിത്രകലയെക്കുറിച്ചോ സംസ്കാരത്തെക്കുറിച്ചോ ഒരു വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്തവരായി മാറുന്നു എന്നാണ് രക്തം ചുരുക്കം. അതിന് ചില നേരങ്ങളില് ഈ രാഷ്ട്രീയ കക്ഷികളുടെ ഭരണകൂടത്തിന്റെ മേൽത്തട്ടിലിരിക്കുന്നവർ പിന്നെ ഒത്താശ ചെയ്തു കൊടുക്കുന്നു, അല്ലെ അതിന് കൈ കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു അണ്ടർ ഗെയിം ഇതിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പൊ അന്ന് എത്രയോ പേരുണ്ട് ഏറ്റവും പ്രബലരായി ഇപ്പൊ ഇടപെടുന്ന. ഇപ്പൊ MK ഹരികുമാർ എന്ന് പറയുന്ന ആളാണ് നമ്മൾ ഈ പേര് കേട്ട അല്ലെങ്കിൽ നിരന്തരം പഠനത്തിന് വിധേയമാവുന്ന, ചർച്ചയ്ക്ക് വിധേയമാവുന്ന പല പിന്നെ ഗദ്യകാരന്മാരെക്കാളും മുമ്പിലുള്ളത്. അയാൾ പുതിയ കണ്ടെത്തൽ നടത്തുന്ന ആളാണ് MK ഹരികുമാർ. അയാൾക്ക് ഒരേ സമയം തത്വശാസ്ത്ര ബോധമുണ്ട്, തത്വചിന്തയായിട്ട് അടുത്ത് നിൽക്കുന്ന ആളാണ്, ഏറ്റവും പുതിയ ഫിലോസഫി അവതരിപ്പിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ വിട്ട് കളഞ്ഞിട്ട് ഒരു മലയാള ഭാഷ ദാരിദ്ര്യം നേരിടുന്നു എന്ന രീതിയിൽ മാറുന്ന കാലം, മാറുന്ന കവിത എന്നൊക്കെ പറഞ്ഞിട്ട് എഡിറ്റഡ് വർക്ക് കമ്പൈൽ ചെയ്ത് തുന്നിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സാധനം എടുത്തിട്ട് ഇത് നിങ്ങൾ ഇതാണ് മാറുന്ന കാലത്ത് അതെ, മൗലികമായ സൃഷ്ടികൾ അവതരിപ്പിക്കുന്നതിന് പകരം ഈ കമ്പൈൽഡ് വർക്കുകൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ പ്രതിഭാ ദാരിദ്ര്യം വെളിപ്പെടുത്തുന്നു.
അല്ലേ? അതെ അതെ, സിലബസിൽ ഈ പറഞ്ഞ പ്രതിഭാ ദാരിദ്ര്യം മുഴച്ചു നിൽക്കുന്നു എന്ന വാസ്തവമാണ് മുമ്പിലുള്ളത്. ഇനി മാറിയേക്കാം, പക്ഷെ നിലവിൽ ഇതേതാണ്ട് പിന്നെന്താ പറയുന്ന ജനപ്രിയത നേടിയതാണ് മൂല്യവത്തായത് എന്നുള്ള ഒരു സെൻസ് ഇതിന്റെ ഉള്ളിൽ അറിഞ്ഞറിയാതെ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പം ഇത് തീർച്ചയായിട്ടും വരും തലമുറയെ തെറ്റിദ്ധരിപ്പിക്കുന്നു, അല്ലെങ്കിൽ വഴിതെറ്റിക്കുന്നു, വഴിതെരിച്ചു വിടുന്നു എന്നൊക്കെയുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഗതി. തീർച്ചയായിട്ടും. അപ്പൊ ജനപ്രിയത ഒരു സാഹിത്യ മൂല്യമായി കൂടാ, അല്ലെങ്കിൽ സാഹിത്യത്തിന്റെ മാനദണ്ഡമായി കൂടാ. ജനപ്രിയതയെ മുൻനിർത്തിയിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി സിലബസുകളിൽ സാഹിത്യകൃതികൾ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത്, നമ്മുടെ കാലഘട്ടത്തിൽ പിറന്ന യഥാർത്ഥ സാഹിത്യത്തെ പുതിയ തലമുറയിലേക്ക് കൈമാറാൻ നമ്മുടെ ഭരണകൂടത്തിന് കഴിയാതെ പോകുന്നു. അതുവഴി ഒരു പുതിയ തലമുറയുടെ ഭാവുകത്വത്തെ, സഹൃദയത്വത്തെ വലിയ തോതിൽ നമ്മൾ മുരടിപ്പിക്കുന്നു എന്ന് നിരീക്ഷിക്കാമോ? സാറിന് അവസാനമായി അതിരൂക്ഷമായി അങ്ങയുടെ വിമർശനങ്ങൾ ABC ഫ്ലോറിലൂടെ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മലയാളം സിലബസ് തിരഞ്ഞെടുത്ത എല്ലാ അധികാരികളിലേക്കും കൈമാറുമ്പോൾ അവസാനമായി അങ്ങേക്ക് പറയാനുള്ള മെസ്സേജ് കൂടി പറഞ്ഞ് നമുക്ക് ഈ ലെക്ക അവസാനിപ്പിക്കാം. സാർ ഇനിയും ABCയുടെ ഫ്ലോറിൽ വരണം എന്ന് അപേക്ഷിക്കുന്നു. സാറിന് പറഞ്ഞ് അവസാനിപ്പിച്ചോളൂ. ഈ നവോത്ഥാന പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഐഡിയോളജിക്കൽ ലെവലിലൂടെ ആണല്ലോ, ആശയപരമായ കരുനീക്കങ്ങളാണത്. അങ്ങനെയെങ്കിൽ ആശയപരമായി എപ്പോഴും കരുനീക്കുന്ന ഒരാളാണ് ആനന്ദ്. ആനന്ദ് സിലബസിലല്ലോ. ആനന്ദിന്റെ എന്തും എടുക്കാം, ആനന്ദിന്റെ ശില്പം എടുക്കാം, ആനന്ദ കവിത എടുക്കാം, ലേഖനങ്ങൾ എടുക്കാം, നോവൽ എടുക്കാം, പഠനങ്ങൾ എടുക്കാം. എന്തുകൊണ്ടാണ് ഈ അറിഞ്ഞുകൂടാത്ത ഒരു സംഗതിയെ പഠിപ്പിക്കുന്നതാണ് പഠിപ്പിക്കൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അറിഞ്ഞുകൂടാത്ത ഒരു സംഗതിയെ പരിചയപ്പെടുത്തുന്നതാണ് പഠിപ്പിക്കൽ. ഇൻസ്റ്റഗ്രാമിൽ തന്നെയും പിന്നെ 24 മണിക്കൂർ ഷെയ്ഡ്സ് എടുത്ത് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സംഗതിയാണോ പഠിപ്പിക്കേണ്ടത്, അതോ ആനന്ദിനെ പോലെ ഭൗതികമായി ഒരു സമൂഹത്തെ വഴിതിരിക്കാൻ, മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരാളുടെ രചനകളാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. കാരണം ഇത് ഇപ്പറ്റോൾ അത് പൊളിറ്റിക്കൽ ആണെങ്കിൽ കൂടി ആനന്ദ് അത്രയും പൊളിറ്റിക്കലായിട്ട് ഇടപെടുന്ന ഒരാളാണ്. അപ്പൊ സക്കറിയ പൊളിറ്റിക്കലി ഇടപെടുന്ന എഴുത്തുകാരനാണ്. മുകുന്ദൻ കാലോചിതമായി ഇടപെടുന്ന ആളാണ്. ഇപ്പൊ നൃത്തം പോലെ ഒരു നോവൽ, അതായത് ഇന്റർനെറ്റിന്റെ വരിക്കാരനായി ഒരാൾ രംഗപ്രവേശം ചെയ്യുമ്പോൾ തുടക്കത്തിൽ എഴുതിയ നൃത്തം. അതെ, നമ്മൾ ഇന്റർനെറ്റിന്റെ സ്വാധീനം മലയാളി അറിയുന്നതിന്റെ പയനീർ കാലത്ത്, ആദ്യകാലത്ത് എഴുതിയ ആളാണ്. അങ്ങനൊക്കെ ചെയ്യുന്ന ഒരു കാലത്തിനൊപ്പം സഞ്ചരിക്കുന്നവരുണ്ട്. കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു തലമുറയെ അപ്പാടെ വേരോടെ പിഴുതു മാറ്റിയിട്ട് ഇതാണ് പുതിയ കാലത്തിന്റെ സാധ്യതകള്. അപ്പൊ സാധ്യതകൾ അവതരിപ്പിക്കേണ്ട സ്ഥലമാണോ സിലബസ് എന്നുള്ളതായിരുന്നു എന്റെ ഒരു ആശങ്ക. സാധ്യതകൾ അവതരിപ്പിക്കേണ്ടതല്ല, സാധ്യതകൾക്കപ്പുറമുള്ള വരാനിരിക്കുന്ന നിത്യശ്രവന്തിയായ കാലത്തെ അവതരിപ്പിക്കുന്നതിനായിരിക്കണം സിലബസ് മുൻതൂക്കം കൊടുക്കുന്നത്. ലോകത്തെവിടെയും അങ്ങനെയാണ്. ലോകത്തെവിടെ ഇപ്പം സിസേക്കിന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികള് എന്ന് പറഞ്ഞാല് എല്ലാത്തിനെയും കുറിച്ചും അഭിപ്രായം പറയാൻ അവർ യോഗ്യരായി മാറുന്നു. നമ്മുടെ ഇവിടുത്തെ ഈ സിലബസ് ഈ സിലബസ് കുറെ കൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ പുതിയ കാലത്തിന്റെ സാധ്യതകളെ അവതരിപ്പിക്കുകയല്ല, എക്കാലത്തെയും അസാധ്യതകളെ ചൂണ്ടിക്കാണിക്കുകയാണ് സാഹിത്യം ചെയ്യേണ്ടത്. അപ്പം ആ രീതിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാള ഭാഷയോട് ചെയ്ത ഏറ്റവും വലിയ കന്നത്തരമാണ് ഈ സിലബസ് നിർമ്മാണം. അത്ര മാത്രമേ പറയാനുള്ളൂ. നന്ദി സർ, നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ABC താങ്കളുടെ വാക്കുകൾക്ക് ഇനിയും കാത്തിരിക്കും. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.